ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 7ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? ഇന്ദ്രിയജാലം. അപ്പോൾ നമുക്ക് എന്താ പാഠഭാഗത്തിൽ ഫസ്റ്റ് തന്നെ കാണുന്നത്? നമ്മുടെ ചുറ്റുപാടുമുള്ള കുറച്ച് ജീവജാലങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. നായയുടേതുണ്ട്, പരുന്തിൻ്റെതുണ്ട്, പൂമ്പാറ്റേതുണ്ട്, പിന്നെ അതുപോലെ തന്നെ കരടിയുണ്ട്, മുതലയുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ജീവജാലങ്ങളുടെയും പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാം. നായയുടേത് എന്താണ്? ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു. നായയല്ലേ നമ്മൾ വീടിന് കാവലായിട്ടൊക്കെ നിൽക്കുന്നതില്ലേ. നായ മണത്തറിയും, അതുപോലെ തന്നെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ പോലും എവിടെ നിന്നാണെന്ന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ പരുന്താണെങ്കിലോ വളരെ ദൂരെയുള്ള ഇരയെപ്പോലും എനിക്ക് കാണാൻ കഴിയും. പരുന്ത് പറയാണ്, വളരെ ദൂരെയുള്ള ഇരയെപ്പോലും എനിക്ക് കാണാൻ കഴിയും. മക്കൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, വീട്ടിൽ കോഴിയൊക്കെ ഉള്ളവർക്കറിയാം, പെട്ടെന്ന് അങ്ങ് റാഞ്ചി കൊണ്ടുപോകൂലേ. പിന്നെയോ പൂമ്പാറ്റ എന്താണ്? എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയും. പിന്നെ പൂമ്പാറ്റകളല്ലേ തേൻ നുകരാനൊക്കെ വരുന്നത്. അപ്പോൾ പൂമ്പാറ്റകൾ കാലുപയോഗിച്ചിട്ടാണ് രുചി തിരിച്ചറിയുന്നത്. കരടിയാണെങ്കിലോ എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും. ദൂരെ എവിടെയെങ്കിലും ഒരു മണം ഉണ്ടെങ്കിൽ, ഒരു ഗന്ധം ഉണ്ടെങ്കിൽ അതുപോലും കരടിക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെയോ എൻ്റെ ശരീരം പാറ പോലാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും. മുതല പറയുന്നത് എന്താണ്? ശരീരം കണ്ടോ, മുരുമുരുത്ത പാറ പോലെയാണ്, പക്ഷേ അതിൻ്റെ പുറത്ത് നമ്മൾ എവിടെ നിന്ന് തൊട്ടാലും അതറിയും. അപ്പോൾ മക്കൾ, ഓരോ ജീവിയും അവരെക്കുറിച്ച് പറഞ്ഞത് വായിച്ചല്ലോ. ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നതിന് ഈ ജീവികൾക്കുള്ള പ്രത്യേക കഴിവുകൾ എന്തെല്ലാമാണ്? അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ചിത്രീകരണം പരിശോധിച്ച് താഴെ പറയുന്ന പട്ടിക പൂർത്തിയാക്കാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഓരോ ജീവിയുടെയും അവയവം, അതിൻ്റെ പ്രത്യേക കഴിവ് അതെന്താണെന്ന് ഇവിടെ എഴുതണം. പരുന്തിൻ്റേത് തന്നിട്ടുണ്ട്. പരുന്തിൻ്റേത് കണ്ണാണ്, അതിന് ദൂരെ കാഴ്ചയാണ് അല്ലേ, എത്ര അകലെയുള്ളതും കാണാൻ പറ്റും. പിന്നെ പൂമ്പാറ്റയുടേതോ കാലാണ്, പ്രത്യേക കഴിവ് ഗന്ധമാണ് അല്ലേ. മുതലയുടേത് തൊലിയാണ്, പ്രത്യേക കഴിവ് സ്പർശനമാണ് അല്ലേ. നായയുടേത് ചെവിയാണ്, പ്രത്യേക കഴിവ് കേൾവിയാണ്. കരടിയുടേത് മൂക്കാണ്, പ്രത്യേക കഴിവ് ഗന്ധമാണ് അല്ലേ. ഇനി കാഴ്ച, സ്പർശം, കേൾവി, ഗന്ധം, രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് ഈ അവയവങ്ങൾ ജീവികളെ സഹായിക്കുന്നു. ഇതേപോലെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ്? കണ്ണ്, കാഴ്ച, ചെവി, കേൾവി, മൂക്ക്, ഗന്ധം, തൊലി, സ്പർശം, നാക്ക്, രുചി. ഇനി ജ്ഞാനേന്ദ്രിയങ്ങൾ. ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. ത്വക്ക് എന്ന് പറഞ്ഞാൽ തൊലിയാണ് കേട്ടോ. അടുത്തത് ആരാണ് വിജയി? നമുക്കൊരു മത്സരം നടത്തിയാലോ? ഇവിടെ ഒരു പൂട്ടും ഉണ്ട്, 3 ചാവിയും ഉണ്ട് അല്ലേ. അപ്പോൾ ചിത്രത്തിലേതുപോലെ ഒരു പൂട്ടും കുറച്ച് താക്കോലുകളും മേശപ്പുറത്ത് വയ്ക്കുക. കണ്ണ് കെട്ടി യോജിച്ച താക്കോൽ തിരഞ്ഞെടുത്ത് പൂട്ട് തുറക്കുന്നതാണ് മത്സരം. മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ളവരുടെ കണ്ണു കെട്ടണം. 30 സെക്കൻഡിനുള്ളിൽ പൂട്ട് തുറക്കുന്നവരാണ് വിജയികൾ. കണ്ണ് കെട്ടി പൂട്ട് തുറക്കാൻ ശ്രമിച്ച എല്ലാവരും വിജയിച്ചോ? ഇല്ലല്ലേ, എല്ലാവർക്കും ഒന്നും കഴിയില്ല. കണ്ണിൻ്റെ സഹായമില്ലാതെ വസ്തുക്കളെ തിരിച്ചറിയുന്നത് എളുപ്പമാണോ? മനുഷ്യർക്ക് എളുപ്പമല്ല അല്ലേ. കണ്ണുകളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കാനാണ് കണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏത്? കൃഷ്ണമണിയാണല്ലേ. സ്ഥാനം മാറുമ്പോൾ നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റു ജീവികളുടെയും കണ്ണുകൾ? ചിത്രത്തിലെ ജീവികളുടെ കണ്ണുകളുടെ സ്ഥാനം ശ്രദ്ധിക്കൂ. നമ്മുടെ കണ്ണുകൾ പോലെ അല്ലല്ലേ ഇവരുടെ ഒന്നും കണ്ണുകൾ. എന്താണ് പ്രത്യേകത? 2 സൈഡിലായിട്ടാണ് ഇവർക്ക് കണ്ണുള്ളത്. അപ്പോൾ കണ്ണിൻ്റെ ഈ സവിശേഷത എങ്ങനെയാണ് ജീവികൾക്ക് സഹായകമാകുന്നത്? ചിലർക്ക് മുൻവശത്ത് കണ്ണുള്ളവരുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ജീവികളെ അവയുടെ കണ്ണിൻ്റെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടങ്ങളാക്കൂ. ഏതൊക്കെ ജീവികൾക്കാണ് തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവ? പൂച്ച, കുരങ്ങൻ, മനുഷ്യൻ, സിംഹം, മൂങ്ങ, പുലി, നായ പോലുള്ളവ അല്ലേ. ഇനി തലയുടെ ഇരുവശങ്ങളിൽ കണ്ണുള്ളവയോ? മുയൽ, പശു, കാക്ക, പ്രാവ്, തത്ത, സീബ്ര, മാൻ, ആന തുടങ്ങിയവ.
ഇനി മക്കളെ, തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നു അല്ലേ? മനുഷ്യർക്ക്, നമുക്കൊക്കെ ആണെങ്കിൽ വസ്തുവിൻ്റെ സ്ഥാനവും അകലവും ഒക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നു. കടുവ, സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവർക്ക് എന്തിനു സഹായിക്കുന്നു? അവയെ ഇര പിടിക്കാൻ സഹായിക്കുന്നു. നേരെ നോക്കിയിട്ടില്ലേ, ദൂരമുള്ളത് വരെ എത്ര ദൂരത്തിലാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഒറ്റയടിക്ക് അവർക്ക് ഇരയെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സഹായിക്കുന്നു. ഇനി തലയുടെ വശങ്ങളിൽ കണ്ണുള്ളവർക്ക് എന്താ ചെയ്യാനുള്ള പ്രത്യേകത? ജീവികൾക്ക് രണ്ട് വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നു. മുൻപോട്ടല്ലാതെ രണ്ട് വശങ്ങളിലും. മാൻ, മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു. എല്ലാ വശത്തേക്കും കാണലേ, രണ്ട് സൈഡിൽ നിന്നും എന്തെങ്കിലും മൃഗങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിലൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവർക്ക് സഹായിക്കുകയാണ്. ഇനി പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട്. ഇനി മൂങ്ങയുടെ നോക്കാം. മൂങ്ങയ്ക്ക് തലയ്ക്ക് നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത്. കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും. മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു. അപ്പോൾ ഓരോ ജീവികളുടെയും പ്രത്യേകതകൾ കണ്ടല്ലോ, കണ്ണിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ. ഇനി നേത്രരോഗങ്ങൾ, കണ്ണിന് വരുന്ന രോഗങ്ങളാണ്. ചെങ്കണ്ണ് പടരുന്നു. സംസ്ഥാനത്ത് ചെങ്കണ്ണ് ബാധിച്ച് ഒട്ടേറെ പേർ ചികിത്സ തേടുന്നുണ്ട്. കുട്ടികൾക്കിടയിലാണ് ഈ രോഗം വേഗത്തിൽ പകരുന്നത്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മെഡിക്കൽ ഓഫീസർ, പ്രാഥമികാരോഗ്യ കേന്ദ്രം, ഒരു ഹെൽത്ത് സെൻ്ററിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണല്ലോ ഇത്. ചെങ്കണ്ണ് പടരുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അധികം ആളുകൾക്കും ചെങ്കണ്ണൊക്കെ ഉണ്ടായിട്ടുള്ളവരായിരിക്കും അല്ലേ? അപ്പോൾ ഈ ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? കണ്ണിൽ വേദന അനുഭവപ്പെടുന്നു, കണ്ണിൽ ചുവപ്പ് കാണപ്പെടുന്നു, കണ്ണിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. അതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും അല്ലേ? പിന്നെ കണ്ണിനെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം അസുഖങ്ങൾ നമുക്കറിയാം? തിമിരം, അന്ധത പോലുള്ളവ അല്ലേ? ഇനി മക്കൾ ഈ ചിത്രം നോക്കിക്കേ. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ഡോക്ടർ ഒരു കുട്ടിയുടെ കാഴ്ച പരിശോധിക്കുകയാണല്ലേ. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? ആ ചുമരിലേക്ക് നോക്കിക്കേ, കുറേ അക്ഷരങ്ങളുണ്ട്, വലുതും ചെറുതുമായിട്ട്. അപ്പോൾ അത് ആ കുട്ടിക്ക് എങ്ങനെ വായിക്കാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഡോക്ടർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ മക്കളും ഇതുപോലുള്ള ചാർട്ട് കണ്ടിട്ടുണ്ടോ? ചില ആളുകളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ തന്നെ ഫ്രീ ആയിട്ട് ടെസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? ഇതിനെന്താ പറയുന്നത്? സ്നെല്ലൻ ചാർട്ട് എന്നാണ് പറയുന്നത്. കാഴ്ച പരിശോധിക്കാൻ സാധാരണമായി ഉപയോഗിച്ചു വരുന്ന ഈ ചാർട്ടിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത്. മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും വലുപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത്. ഇനി കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവർ. കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ എങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത്? വ്യത്യസ്ത കറൻസി നോട്ടുകൾ പരിശോധിക്കൂ. അവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? നമുക്ക് കാഴ്ചയിൽ വീതിയിലും വലുപ്പത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് അല്ലേ? ഇവയിൽ ഏതെല്ലാം സവിശേഷതകളാണ് നോട്ട് തിരിച്ചറിയാൻ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നത്? ഒരു കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. സ്പർശന സവിശേഷതകൾ. ഉയർത്തിയ വരകളും തിരിച്ചറിയൽ അടയാളങ്ങളും ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾക്കൊള്ളിക്കുന്നു. ഉദാഹരണത്തിന് 100 രൂപ നോട്ടിൽ ഒരു ത്രികോണവും 4 ഉയർത്തിയ വരകളും ഉണ്ട്. 500 രൂപ നോട്ടിന് ഒരു വൃത്തവും 5 വരകളും ഉണ്ട്. 2000 രൂപ നോട്ടിന് ഒരു ദീർഘചതുരവും 7 വരകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സ്പർശിച്ച് തൊട്ട് നോക്കിയിട്ട് കാഴ്ച ഇല്ലാത്തവർ, കാഴ്ച കുറവുള്ളവർ ഏത് നോട്ടാണെന്ന് കണ്ടുപിടിക്കുന്നു. ഇനി ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 2 ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ഒന്നാമത്തേത് തീവണ്ടിയിലെ സീറ്റ് നമ്പറാണ്. രണ്ടാമത്തേത് ഫുട്പാത്തിലെ ടൈലാണ്. എന്താണ് ഇവയുടെ പ്രത്യേകതകൾ? കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ഇവ എങ്ങനെയാണ് ഗുണകരമാകുന്നത്? സീറ്റ് നമ്പറിലേക്ക് മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. നമ്പറിൻ്റെ ചുറ്റുമായിട്ട് ചെറിയ ചെറിയ കുത്തുകൾ ഇങ്ങനെ ചെറിയൊരു മുഴ പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം അല്ലേ? നമുക്ക് കൈകൊണ്ട് തടവിയാൽ തടവുന്ന രീതി, നമുക്ക് അറിയുന്ന രീതിയിൽ എത്ര കുത്തുകളുണ്ടെന്ന് അറിയുന്ന രീതിയിൽ കുത്തുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം?
അവയ്ക്ക് ഈ എത്രയാണ് ഏത് നമ്പറാണെന്ന് ഈ കാഴ്ചശക്തി കുറവുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലുള്ള സ്റ്റിക്കറുകൾ ബെർത്ത്, ടോയ്ലറ്റ്, വാഷ് ബേസിന്, വാതിലുകൾ, സീറ്റ് നമ്പറുകൾ എന്നിവയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഏതാണ് ഫുട്പാത്തിലെ ടൈല് എങ്ങനെയാണ് തിരിച്ചറിയുക? അന്ധരോ കാഴ്ചവൈകല്യമുള്ളവരോ ആയ ആളുകളെ അവരുടെ ചുറ്റുപാടിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന നിലത്ത് ഉയർത്തിയ പാറ്റേണുകളാണ് സ്പർശന സൂചകങ്ങൾ. അവയ്ക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. അത് കാഴ്ച കുറവുള്ളതോ ഇല്ലാത്തതോ ആയ ആളുകൾക്ക് ഉപയോഗപ്രദമാക്കുന്നു. അതായത് അവർ ഒരു സ്റ്റിക്ക് കൊണ്ട്, വടി കൊണ്ട് ഇങ്ങനെ കുത്തിയല്ലേ നടക്കുക കാഴ്ചശക്തി ഇല്ലാത്തവർ. അപ്പോൾ അവർക്ക് ഈ ലൈനിൽ തട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും കേട്ടോ. ഇനി ഇവരെ സഹായിക്കാനുള്ള എന്തെല്ലാം പ്രത്യേകതകളാണ് മൊബൈൽ ഫോണ്, വാച്ച്, കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളിലുള്ളത്? ഇവർക്ക് സഹായകമായ മറ്റെന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? അപ്പോൾ മക്കൾ ചിത്രത്തിലേക്ക് നോക്കിക്കുക. അവർക്ക് കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് സഹായകമായ രീതിയിലാണല്ലേ അവർക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് പ്രത്യേകതയിലുള്ള വാച്ചും കമ്പ്യൂട്ടറും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനിയോ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള വളർച്ച ഇവയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് സ്മാർട്ട് കെയിനും അതുപോലെ തന്നെ ഡിജിറ്റൽ ബ്രെയിൻ സ്ലേറ്റും. ഈ ഉപകരണങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് സ്മാർട്ട് കെയിൻ എന്താണ്? വഴി കണ്ടെത്താൻ, കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നു. പിന്നെ തടസ്സം കണ്ടെത്താനോ? അൾട്രാസോണിക്, ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താനാകും. പിന്നെ കണക്ടിവിറ്റി, സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റു ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാനാകും. വീഴ്ച കണ്ടെത്തൽ, താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുന്നു. വ്യക്തിഗത ക്രമീകരണം, ക്രമീകരിക്കാവുന്ന ഉയരം, വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ, വിവിധ സെൻസർ ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ. ദത്തശേഖരണം, യാത്ര ചെയ്യുന്ന ദൂരം, നടത്ത വേഗത, നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഇവയ്ക്ക് കഴിയും. അടുത്തത് എന്താണ്? ആരോഗ്യ വകുപ്പിൻ്റെ ലഘുലേഖയിലെ ചിത്രങ്ങളും നിർദ്ദേശങ്ങളും നോക്കൂ. ഇവിടെ നമ്മൾ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ കണ്ണുകൾ പെട്ടെന്ന് നമ്മൾ കണ്ണിൽ എന്തെങ്കിലും പൊടി പോയാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? മക്കൾ വേഗം കണ്ണ് നന്നായിട്ട് തിരുമ്മാൻ തുടങ്ങും അല്ലേ. അങ്ങനെ തിരുമ്മരുത്. നല്ല തണുത്ത വെള്ളത്തിൽ അത്യാവശ്യം ശക്തിയിൽ കണ്ണിലേക്ക് ഇങ്ങനെ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ കണ്ടില്ലേ വെള്ളം ഇങ്ങനെ തെറിപ്പിക്കാം. അടുത്തതോ? ഒരു കുട്ടി ടി വി കാണുന്നത് നോക്കിക്കേ. എന്തുകൊണ്ടാണ് ഫസ്റ്റത്തത് ശരിയെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് മക്കളെ? ഫസ്റ്റത്തതിൽ ലൈറ്റ് ഇട്ടിട്ടാണ് ടി വി കാണുന്നത് അല്ലേ, വെളിച്ചത്തിലാണ് ടി വി കാണുന്നത്. രണ്ടാമത്തേതിൽ മങ്ങിയ വെളിച്ചത്തിലാണ്. അപ്പോൾ ഇനി മൊബൈൽ ഫോൺ ആണെങ്കിലും ഒക്കെ മക്കൾ എന്ത് ചെയ്യുക? ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് അവിടെ നിന്ന് മൊബൈൽ ഫോണൊന്നും കുറച്ച് സമയമായാലും കാണാൻ പാടില്ല. നല്ല വെളിച്ചത്തിലിരുന്ന് വേണം കാണാൻ വേണ്ടിയിട്ട്, ടി വി ആയാലും ഫോണായാലും ഒക്കെ. അപ്പോൾ അവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത്? കണ്ണുകൾ തിരുമ്മാതിരിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ ടി വി കാണാതിരിക്കുക, കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക, ദീർഘസമയം മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ടി വി തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക, മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ, ടവലുകൾ ഉപയോഗിക്കാതിരിക്കുക, ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്ത് വായിക്കുക, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ട് തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധിക്കുക, ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ ജന്തുക്കൾക്കുള്ള ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് പഠിച്ചു. ഏതെല്ലാമാണെന്ന് പഠിച്ചു. അതിൽ കാര്യമായിട്ട് കണ്ണിനെ കുറിച്ചാണ് ഇതുവരെ ഈ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. ബാക്കി ഭാഗം പാർട്ട് 2 ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.